യെസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് സ്റ്റൈൽ ഹക്ക നൂഡിൽസ്. നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കി ഹക്ക നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കില്ല. ആദ്യം പാത്രം വയ്ക്കുക, വെള്ളം ഒഴിക്കുക, പിന്നെ നൂഡിൽസ് ഇട്ട് അത് വേവിച്ചെടുക്കണം. ഈ ഹക്ക എന്നുള്ള പേരില്ലേ, അത് നമ്മുടെ ചൈനയിലെ ഒരു ട്രഡീഷണൽ ടീമാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫുഡ് ഉണ്ടാക്കുന്ന രീതിനെയാണ് ഈ ഹക്ക രീതി എന്ന് പറയുന്നത്. അതേപോലത്തെ ഹക്ക നൂഡിൽസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എളുപ്പപ്പണിയാണ്. എന്നിട്ട് നമുക്ക് ആദ്യം ഇത് വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട പണിയുണ്ട്. ആദ്യം വേവിച്ചെടുക്കാം. തീ നന്നായിട്ട് കത്താട്ടോ, കിടന്ന് വേവട്ടെ. യെസ്, നമ്മുടെ നൂഡിൽസ് അവിടെ വേവണ നേരം കൊണ്ട് നമുക്ക് ക്യാബേജ്, അതേപോലെ തന്നെ ക്യാരറ്റ്, ക്യാബേജ് ഇല്ല, ക്യാബേജ് നിർബന്ധമില്ല, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. ക്യാരറ്റ്, സവാള, ബീൻസ് ഇതൊക്കെ നിർബന്ധമുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണം. യെസ്, ക്യാബേജ്, ബീൻസും അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിയണം. സവാളയുടെ ഇവിടെ ഇല്ലേ, ഇത് അങ്ങ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അത്ര നിറയുക കണ്ണുനീര് വരലുകൊണ്ട് കുറവായിരിക്കും. കാര്യം അതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ സൾഫർ അടങ്ങിയാണ്. യെസ്, ദേ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ കിടക്കാതെ നിന്ന് വേവുണ്ട്. അടിപൊളി. അയ്യോ, ഇതിപ്പോൾ പെട്ടെന്ന് വേവും. ഒരു 15 to 20 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടി സാധനം. ഇതാണ് നീട്ടുള്ള നൂഡിൽസ് ആയതുകൊണ്ട് മൂടി വെച്ച് വെള്ളം കളഞ്ഞതിനും കുഴപ്പമില്ല. അവിടെ നിന്നോളൂ അങ്ങനെ. അല്ലാതെ ഇപ്പോൾ ഒക്കെ താഴെ വേണേ അല്ലേ. നമ്മുടെ അത് വെള്ളം കൂറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇപ്പം പെട്ടെന്ന് ഇച്ചിരി എണ്ണ വെച്ചിരിക്കും സ്റ്റിക്ക് ചെയ്യാൻ പെട്ടെന്ന്. അത് കാരണം ലേശം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പൊടിക്ക് വിനീഗർ ആദ്യമേ ഒഴിച്ചാൽ മതിയായിരുന്നു. അത് ഒഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ആ സ്റ്റിക്കിനെസ് അങ്ങോട്ട് മാറി കിട്ടും. ആ നൂല് പോലെ തന്നെ കിടന്നോളും. അയ്യോ, അടിപൊളി. ഏസാ നൂഡിൽസ് വേവിച്ച് കഴിയുമ്പോൾ ഉള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചീനച്ചട്ടി വയ്ക്കുക, ലേശം വെളിച്ചെണ്ണ വയ്ക്കുക, പിന്നെ സവാള, അതുപോലെ തന്നെ ബീൻസ്, പിന്നെ ക്യാരറ്റ്, പിന്നെ ഒരു സാധനം നേരത്തെ പറയാൻ വിട്ടുപോയിരുന്നു, ക്യാപ്സിക്കം, അതും ഇടണം. എന്നിട്ട് വയറ്റി ഒരു വേവായി കഴിയുമ്പോഴാണ് നമ്മൾ നൂഡിൽസ് ഇട്ട് പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പോകണേ. ഓക്കെ, ഏകദേശം നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് റെഡി ആയി നിന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇടാൻ പോണത് നീളത്തിൽ അരിഞ്ഞ സവാള, അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ബീൻസ് ഇടുക, അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ച ക്യാരറ്റും ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അന്തരീക്ഷത്തിലും ചൂട്, ഇതിൻ്റെ അടുത്തും ചൂട്, മൊത്തം ചൂടായതുകൊണ്ട് അടിപൊളിയായുണ്ട്. യെസ്, നമ്മളതേ ഒരു കാര്യം വിട്ടുപോയിരുന്നു, ക്യാപ്സിക്കം ഇടാൻ. അതിന് പിന്നെ വേവിച്ചിരി കുറവുള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇത് ചെറിയ വേവായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. യെസ്, ഇതൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പൊടിക്ക് മുളക് പൊടി കൂടരുത്. മഞ്ഞപ്പൊടി പേരിന് മതി, ലേശം മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമല്ല, കാരണം മാഗി ക്യൂബിലൊരു മഞ്ഞപ്പൊടിയുടെ കളറൊക്കെ ഉണ്ടാവും, അതിനുപോലെ ആ രുചി ഉണ്ടാവും. ഉപ്പ് ഒരു കാരണവശാലും ഇടരുത്. ഉപ്പ് ഉറപ്പായിട്ടിട്ടാൽ കൂടിപ്പോവും. യെസ്, നമ്മുടെ ഇതൊക്കെ നമ്മുടെ പച്ചക്കറികളും അതൊക്കെ കണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ആ നൂഡിൽസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അയ്യോ, യെസ്, അയ്യോ, അടിപൊളി. ഇനി നമ്മൾ പറഞ്ഞ നമ്മുടെ മാഗി ക്യൂബ്, ഇത്ര ഒരു ക്യൂബ് മതി, അത് ധാരാളം. അതാ നടുക്ക് വെച്ച് ഇച്ചിരി വെള്ളം കിടക്കുന്നുണ്ട്, അതിനകത്ത് അങ്ങോട്ട് ആട്ടിയെടുത്ത് മിക്സ് ചെയ്യാം. യെസ്, ഇനി നമ്മളെ തീ ഒന്ന് പയ്യെ കുറയ്ക്കുക. ഇത് റെഡിയായി വന്നപ്പോൾ തീ ഒന്ന് കുറയ്ക്കുക. ഇനിയും സോയാ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, ആ സോസ് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിന് ആദ്യം സോയാ സോസ്
യെസ് ദേ റെഡിയായി വരുന്നുണ്ട്. ഏകദേശം പണിയൊക്കെ നമ്മുടെ തീരാറായുണ്ട്. ഈ സമയത്ത് തീ കുറച്ചിടുന്നത് നിർബന്ധമുള്ള കാര്യമാണ്, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കുന്നുള്ളത് ഗ്യാരണ്ടി. യെസ് സെറ്റപ്പ് ആയതുകൊണ്ട് വിചാരിച്ചതിനൊക്കെ കുറിച്ച് കൂടുതൽ വേവും ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നീ കഴിച്ചേക്കാം. ആയി വാ, അടിപൊളി. യെസ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കണത് നമ്മുടെ ബാല്യ ഫ്രണ്ട് സിഞ്ചിന, അതുപോലെ തന്നെ കണ്ണാപ്പി. കണ്ണന് വേറെ പേരുണ്ട്, അഭിനവ് ജോഷി. എൻ്റെ ബർത്ത്ഡേയും കൂടിയാ. എങ്ങനെയുണ്ട് അഭിപ്രായം പറഞ്ഞ കണ്ണാപ്പി? ചെയ്യാ വേവ് കൂടിയുണ്ടല്ലേ? ഞാൻ പറയാത്തന്നെ നോക്കി കാരണം താങ്ക് യു. എനിവേ ട്രൈ ചെയ്ത് നോക്കാം. വലിയ രസമൊന്നും പറയല്ല, എന്നാലും കുഴപ്പമില്ല.